നമസ്കാരം, ഡെയിലൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടിയുള്ളത് RJ Sree ആണ്, റെയിൻബോ FM 107.5. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പുളിയില ചമ്മന്തി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. നല്ല പുളിയുള്ളൊരു സാധനമാണ്. അതുപോലെ കഴിക്കാൻ ഭയങ്കര രസമാണ്. ചെറിയ എരിവുണ്ട്. അതുപോലെ കൂടെ ചേർക്കുന്ന എന്താണോ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ പുളിയില ചമ്മന്തി സാധാരണ മീൻ ചേർത്തിട്ട്, ഈ ഉണക്കമീൻ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂണ് അതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുളിയില ചമ്മന്തി ഈ പുളിയുടെ ചെറിയ കുരുന്നാണ്. ഈ കുരുന്ന് പറിച്ചിട്ട് ഇങ്ങനെ അരച്ച് അതിൻ്റെ കൂടെ ചെറു ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ട് അരച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ അപ്പം പോലെ കിട്ടും. നമ്മൾ ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കണ പെസകാപ്പല്ലേ, അതുപോലെ പെസകാപ്പം പോലെയൊക്കെ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് തൊടിക്കുക, കഴിക്കുക, ചോറും കഴിക്കാം. പക്കാ സംഭവമാണ്. അപ്പോൾ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിയില കുരുന്ന്. അപ്പോൾ പുളിയില കുരുന്ന് നമ്മൾ അതിനകത്ത് കേടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ എടുക്കുക. അതുപോലെ ശരിക്കും അത് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ചീത്തയായിട്ട് കളഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കണം, അതുപോലെ ഇഞ്ചി ചേർക്കണം, അതുപോലെ തേങ്ങ ചേർക്കണം, അതുപോലെ പച്ചമുളകും കുരുമുളകും ചേർക്കണം. ഇത്രയും സാധനം ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചങ്ങനെ എടുക്കണം. ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് എത്രത്തോളം നൈസാക്കാവും അത്രത്തോളം നൈസാക്കി അങ്ങ് എടുത്ത് വയ്ക്കുക. കാരണം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് സംഭവം ഇട്ടേക്കണത് മൈലാഞ്ചി അരച്ച പോലെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം, ഇതുപോലെ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും കുരുമുളകും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഉണക്കമീൻ ഉപയോഗിക്കാം. ഉണക്കമീൻ അല്ലെങ്കിൽ പച്ചമീൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനാണോ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ചാളയാണ്. നല്ല നാടൻ ചാള വാങ്ങിച്ചിട്ട് കുറുകുറാന്ന് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറയുമോ, ചാളേനേക്കാൾ എനിക്കിഷ്ടം ഈ മുള്ളൻ മീനുണ്ടല്ലോ, ഉണക്കമുള്ളൻ, അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. അല്ലെങ്കിൽ കൂണ് മഴയത്തുണ്ടാകുന്ന കൂണുണ്ടല്ലോ, കൂണ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നല്ല കുഴമ്പ് പരുവത്തിനെടുക്കാതെ, ഇതിപ്പോൾ നമ്മൾ മീൻ വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് സിലോപ്പിയും ഉണ്ട്, അതുപോലെ ചാളയുണ്ട്. രണ്ട് മീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഈ കുഴമ്പ് പോലെ ആക്കിയതിലേക്ക് ശരിക്കും കുഴച്ച് വയ്ക്കുക. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഒരു ഇരുമ്പിൻ്റെ പാത്രം അല്ലെങ്കിൽ ചട്ടി വയ്ക്കുക. അതിനകത്തേക്ക് വാഴയില വയ്ക്കുക. പറ്റുമെങ്കിൽ വാഴയിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഈ കുഴമ്പുണ്ടല്ലോ നമ്മുടെ പുളിയില അരച്ചത്, അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ശരിക്കും കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് കുഴച്ചെടുക്കും. ഇപ്പോൾ അത് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് കുഴച്ചതിന് ശേഷമാണ് നമ്മൾ ഇലയിൽ പരത്തുന്നത്. അതിന് ശേഷം ഈ നമ്മൾ ആദ്യം റെഡിയാക്കിയ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത്രത്തിന് മുകളിലേക്ക് അങ്ങനെ വെക്കുക. ഇതിങ്ങനെ മാക്സിമം വെച്ച് കഴിയുമ്പോൾ ഉണങ്ങിയതിന് ശേഷം ഇല താഴത്തുനിന്ന് മാറ്റി കൊടുക്കുക. കാരണം ഒരുപാട് ചൂടാകുമ്പോൾ ഇല കത്തിപ്പോവും. അപ്പോൾ അതിന് ശേഷം ഇല മാറ്റി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും പുതിയ ഇലകൾ വയ്ക്കുക, മറിച്ചിടുക, ശരിക്കും വേവിച്ചങ്ങ് എടുക്കുക. അപ്പോൾ ശരിക്കും നല്ലൊരു ചെറിയൊരു കട്ടിയുള്ള സംഭവം വരും. പിന്നീട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂടെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒരുപാട് വീഡിയോ നീട്ടി മുഷിപ്പിക്കാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് പോയത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. സൂപ്പർ സംഭവമാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇരുന്ന് ഉണ്ടാക്കാൻ ഒരുപാട് സമയം കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പുളിങ്കുരുന്നിൻ്റെ സമയം ഇപ്പോഴാണ് പുളിങ്കുരുന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും നമുക്ക് ഈ പുളിങ്കുരുന്ന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.